പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ശബരിമല മോഷണവുമായുള്ള ബന്ധം അന്വേഷിക്കണം എന്ന ആവശ്യവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല SITക്ക് കത്ത് നൽകി. പുരാവസ്തുക്കളുടെ രാജ്യാന്തര കരിഞ്ചന്തയിൽ കാണാതെ പോയ സ്വർണ്ണപ്പാളികളുടെ ഇടപാട് നടന്നത് 500 കോടി രൂപക്കാണെന്ന് തനിക്ക് അറിവ് കിട്ടിയതായി രമേശ് ചെന്നിത്തല കത്തിൽ പറയുന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ച അന്താരാഷ്ട്ര മാഫിയയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്താൻ തയ്യാറാണെന്നും ചെന്നിത്തല വെളിപ്പെടുത്തിയിട്ടുണ്ട്. സംഘത്തെ നയിക്കുന്ന ADGP വെങ്കടേഷിനാണ് ചെന്നിത്തല ഈ കത്ത് നൽകിയിട്ടുള്ളത്. ഈ സംഘവുമായി ദേവസ്വം ബോർഡിലെ ചില ഉന്നതർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നതായി അറിവ് ലഭിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് അന്വേഷണം ഈ വഴിക്ക് കൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആവശ്യപ്പെടുന്നതെന്നും ആ കത്തിൽ പറയുന്നു. ശബരിമല കേസിൻ്റെ ഈ കാണാപ്പുറത്തുള്ള അന്താരാഷ്ട്ര മാനങ്ങളെക്കുറിച്ച് കൂടി അന്വേഷിക്കണം. പൗരാണിക സാധനങ്ങൾ, ദിവ്യ വസ്തുക്കൾ ഒക്കെ മോഷ്ടിച്ച് അന്താരാഷ്ട്ര കരിഞ്ചന്തയിൽ എത്തിക്കുന്നവരെക്കുറിച്ച് നേരിട്ടുള്ള അറിവുള്ള ഒരാളിൽ നിന്ന് ലഭിച്ച വിശ്വസനീയമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് താൻ ഈ കത്ത് നൽകുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അദ്ദേഹത്തിനും കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 500 കോടി രൂപക്കടുത്തുള്ള ഒരു ഇടപാടാണ് സ്വർണ്ണപ്പാളിയുടെ കാര്യത്തിൽ നടന്നിരിക്കുന്നത്. ഈ വിവരങ്ങളെക്കുറിച്ച് താൻ സ്വതന്ത്രമായി പരിശോധിക്കുകയും അതിൽ ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വിവരം SITക്ക് കൈമാറുന്നത്. ഈ വ്യക്തി വിവരങ്ങൾ പൊതുജനമധ്യത്തിൽ വെളിപ്പെടുത്താൻ തയ്യാറല്ല, എന്നാൽ അന്വേഷണ സംഘവുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. കോടതിയിൽ മൊഴി നൽകാനും തയ്യാറാണെന്നും രമേശ് ചെന്നിത്തല കത്തിൽ പറയുന്നു. ശബരിമലയിലെ സ്വർണ്ണമോഷണം ഒരു സാധാരണ മോഷണമല്ല, അത് അന്താരാഷ്ട്ര മാനങ്ങളുള്ള ഒന്നാണ്. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ആളുകൾ ഈ കേസിലെ സഹപ്രതികൾ മാത്രമാണ്. ഇതിൻ്റെ മുഖ്യ സംഘാടകർ ഇപ്പോഴും അന്വേഷണത്തിൻ്റെ പരിധിയിൽ ആയിട്ടില്ല. അന്വേഷണ സംഘം ചോദ്യം ചെയ്ത ആഭരണ വ്യാപാരിയായ ഗോവർദ്ധൻ വെറുമൊരു ഇടനിലക്കാരൻ മാത്രമാണ്. ശക്തമായ രാജ്യാന്തര ബന്ധങ്ങളും സാമ്പത്തിക സ്രോതസ്സുകളുമുള്ള ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ നിന്നുകൊണ്ട് പൗരാണിക വസ്തുക്കളുടെ രാജ്യാന്തര കരിഞ്ചന്തക്ക് നേതൃത്വം നൽകിയിരുന്ന സുഭാഷ് കപൂർ സംഘത്തിൻ്റെ രീതികളുമായി ശബരിമല സ്വർണ്ണമോഷണ സംഘത്തിൻ്റെ രീതികൾക്ക് സാമ്യമുണ്ട് എന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണം അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. സംസ്ഥാനത്തിൻ്റെ അകത്ത് തന്നെ ചില വ്യവസായികളും ചില സംഘടിത റാക്കറ്റുകളും ഇതിൻ്റെ ഭാഗമാണ് എന്ന വിവരവും തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല ആ കത്തിൽ പറയുന്നുണ്ട്. ഈ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട വിശാലമായ ഗൂഢാലോചനയും അന്താരാഷ്ട്ര മാഫിയ ബന്ധങ്ങളും അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തനിക്ക് സാധിക്കുമെന്നും കൂടി രമേശ് ചെന്നിത്തല കത്തിൽ പറയുന്നുണ്ട്. വിജയ് മല്യ പൂശിയ സ്വർണം അടിച്ചുമാറ്റാൻ നടത്തിയ വെറുമൊരു ചെറിയ ഗൂഢാലോചന മാത്രമല്ലത്. നമ്മളിപ്പോൾ കാണുന്നത് മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമാണ്. അന്വേഷണം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്. ഇതിൻ്റെ സകല കണ്ണികളെയും പുറത്തു കൊണ്ടുവരണം. കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ അമൂല്യമായ വസ്തുക്കൾ പുറത്ത് വിൽപ്പന നടത്താനുള്ള വലിയൊരു ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത്. അതിൽ വൻ സ്രാവുകളുണ്ട്, അവരെയും പിടിക്കണം. അതിനായി ആദ്യം അന്വേഷണം എത്തേണ്ടത് യഥാർത്ഥ പ്രതികളിലേക്കാണ്.